പലരും പറയുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഫാദർ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ വചനം നിങ്ങളെ ദൈവം കേൾപ്പിച്ചത് പിടിച്ചു നിൽക്കാൻ മാത്രമല്ല, പിടിച്ച് കയറി വരാൻ കൂടിയാണ്. ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവദൂതന്മാരെ പോലെ ചിലരെ നിങ്ങളുടെ അടുത്തെത്തിക്കും. ചില പ്രാർത്ഥനകൾ എത്തിക്കും, ചില പ്രാർത്ഥനാ മനുഷ്യരെ എത്തിക്കും. ചിലരുടെ പ്രാർത്ഥനകൾ നിനക്ക് കിട്ടും. നീ കേട്ട വചനം വായിക്കുമ്പോൾ ഏലിയായെ കണ്ടുമുട്ടിയ വിധവ 4 ദിവസം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്നല്ല വേദപുസ്തകം പറയുന്നത്. മരണത്തിൽ നിന്ന് പോലും ആ കണ്ടുമുട്ടലും ആ ഇടപാടും ആ പ്രാർത്ഥനയും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് ആ കുടുംബത്തെ കൈപിടിച്ച് രക്ഷിച്ചത്. ചില കണ്ടുമുട്ടലുകൾ യാദൃശ്ചികമല്ല, മരണം പോലും മാറിപ്പോകുന്ന കണ്ടുമുട്ടലുകളാണത്. മരണം പോലും ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന കണ്ടുമുട്ടലുകൾ, അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരത്തില്ല, ഒരു അനർത്ഥവും വരില്ല. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുണ്ട്. നല്ല വിശ്വാസം ഉണ്ടാകട്ടെ, നല്ല പ്രാർത്ഥന ഉണ്ടാകട്ടെ, നല്ല ദൈവബന്ധമുണ്ടാകട്ടെ. ആരോഗ്യമുള്ള ശരീരം തരട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം തരട്ടെ. സമാധാനം നൽകട്ടെ, സ്വസ്ഥത നൽകട്ടെ. ദൈവം തരുന്ന ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. താമസിക്കാൻ നല്ല ഭവനം, സഞ്ചരിക്കാൻ നല്ല വാഹനം, ഭക്ഷിക്കാൻ നല്ല ആഹാരം, എല്ലാം കൊണ്ടും ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ. നല്ല ജീവിതം, നല്ല ഭാവി, നല്ല ബന്ധങ്ങൾ ദൈവം തരട്ടെ. മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും.